ഫോൺ വെച്ച് കഴിഞ്ഞതും ജീവൻ വല്ലാത്തൊരു സന്തോഷത്തോടെ ബാൽക്കണിയിലെ കൈവരിയിൽ കൈകൾ ചേർത്ത് വൃത്തിക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ മുഖം അവളുടെ ഓർമ്മകളിൽ വിടരുകയും സന്തോഷത്തിൽ തുടിക്കുകയും ഒപ്പം തന്നെ ചുണ്ടുകൾ എന്റെ പെണ്ണെ എന്ന് മൊഴിഞ്ഞു. അപ്പോൾ നിനക്ക് ആ നശിച്ച പെണ്ണിനെ ഒഴിവാക്കാൻ ആഗ്രഹമില്ല അല്ലേ? ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ട് തിരിയുമ്പോൾ തന്നെ അവൻ ഉറപ്പായിരുന്നു അതാരായിരിക്കുമെന്ന്. പ്രതീക്ഷിച്ചതുപോലെ അവന്റെ അമ്മ ദേഷ്യത്തിൽ അവനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അത് കണ്ടതുകൊണ്ട് തന്നെ അതേ താളത്തിൽ കോസലില്ലാതെ അവൻ മറുപടി തന്നു. ഇല്ല, അവളെ വിടാൻ എനിക്ക് ഒരു ഉദ്ദേശമില്ല. കാരണം എനിക്ക് അവളെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അവളായിരിക്കും. സമ്മതിക്കില്ല ഞാൻ, എനിക്കിഷ്ടമല്ല, അവർ ദേഷ്യത്തോടെ പറഞ്ഞു. അതിന് ഞാൻ അമ്മയുടെ സമ്മതം എന്തിനാണ്? അമ്മയുടെ സമ്മതം മേടിച്ചിട്ട് എന്താ കാര്യം? ഞാനല്ലേ അവളെ സ്നേഹിക്കുന്നത്, ഞാനല്ലേ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അമ്മ ഇഷ്ടപ്പെടണോ? ഞാൻ ഇഷ്ടപ്പെട്ടാ പോരെ? അവന്റെ വാക്കുകളിലെ മൂർച്ചയറിഞ്ഞതും അവൻ ജീവൻ, അമ്മ വെറുതെ ശബ്ദമുണ്ടാക്കിയിട്ട് കാര്യമില്ല. എന്റെ ജീവിതം തീരുമാനിക്കുന്നത് ഞാനാണ്. പിന്നെ മറ്റൊന്ന്, വേറെ എന്തൊക്കെയോ പ്ലാൻ അമ്മയുടെ അടുത്തുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല, അതോടെ പറഞ്ഞേക്കാം. അത്രയും പറഞ്ഞ് അവരുടെ മുന്നിൽ നിന്ന് പോകുമ്പോൾ ജീവൻ കണ്ടു തന്നെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്നവളെ. അവളെ കണ്ടപ്പോൾ അവൻ ഒരു നിമിഷം അവിടെ നിന്നു. ബോഡിക്കോൺ തരത്തിലുള്ള വസ്ത്രമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. അതിനാൽ തന്നെ ആ വസ്ത്രത്തിൽ അവളുടെ ശരീരത്തിന്റെ ശില്പം ഭംഗിയിൽ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. കഴുത്തിന് താഴെ ലെയറായി വെട്ടിയിട്ടിരിക്കുന്ന കളർ ചെയ്ത മുടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മേക്കപ്പ് ചെയ്ത മുഖവും, എല്ലാം കൊണ്ടും ഏതൊരു പുരുഷനെയും തന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന സൗന്ദര്യം. എന്നാൽ അത് കണ്ട ജീവന് അവളോട് വല്ലാത്തൊരു അവജ്ഞയാണ് തോന്നിയത്. അതവന്റെ മുഖത്ത് പ്രകടമാവുകയും ചെയ്തു. അനന്യ, ഇവിടെ പറഞ്ഞത് നീ കേട്ടു എന്ന് എനിക്കറിയാം. നിനക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിധിയെ മറന്നൊരു ജീവിതം എനിക്കില്ല. അങ്ങനെയൊന്നും ഉണ്ടാവുകയാണെങ്കിൽ ഈ ജീവൻ ഭൂമിയിലില്ല എന്നായിരിക്കും അർത്ഥം. മനസ്സിലായോ? അത്രയും പറഞ്ഞ് തന്നെ കടന്നു പോകുന്നവനെ കണ്ടതും അവന്റെ മുഖത്തെ ഭാവങ്ങൾ കണ്ടതും അവളിൽ വല്ലാത്ത വേദന നിറച്ചു. മോളെ, വല്യമ്മ, ജീവേട്ടന്റെ ഉള്ളിൽ ഞാൻ ഇല്ല എന്നറിഞ്ഞിട്ടും ഇങ്ങനെ വിട്ടിയെ പോലെ പുറകെ പോകുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ദേഷ്യത്തോടെയും വേദനയോടെയും അവൾ തന്റെ വല്യമ്മയോട് ചോദിച്ചു. മോളെ, കണ്ടവളുമാർ എന്റെ ജീവിതത്തിമാർ എന്റെ കുടുംബത്തിൽ കയറി ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന്. എന്റെ മകന് ഒരു പെണ്ണുണ്ടാവുകയെങ്കിൽ അത് നീ മാത്രമായിരിക്കും. കാരണം ഞാൻ സുചിത്ര സായിബ്യമാണ്. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. അവരുടെ വാക്കുകൾ കേട്ടതും തന്റെ മനസ്സിലുണ്ടായ വേദന അവൾ പോലും അറിയാതെ ഇല്ലാതായി. ഒപ്പം തന്നെ തന്റെ പ്രണയത്തെ തന്നിൽ നിന്ന് തട്ടിയെടുക്കുന്ന നിധിയെ ഓർത്തതും കടപ്പല്ലുകൾ അമർത്തിക്കടിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെയാണ്, എന്റെ മാത്രമാണ്. ജീവേട്ടനും എന്നിൽ നിന്ന് അകറ്റിയാൽ കൊല്ലും നിന്നെ ഞാൻ. എന്നാൽ ഇതേ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് എന്റെ കണ്ണുകൾ വേദന കൊണ്ട് നിറയുകയായിരുന്നു. രംഗം നിധിയും ജീവനും. ജീവേട്ട, എനിക്ക് വല്ലാതെ പേടിയാകുന്നുണ്ട് കുട്ട. എന്താണെന്നറിയില്ല. വർക്ക് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ അവളുടെ ഉള്ളിലെ നിറയുന്ന വേദന അല്ലെങ്കിൽ നിറയുന്ന ഭയത്തെ ഇല്ലാതെയാക്കാൻ ജീവനെ വിളിച്ചതാണ് നിധി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കൂടെ വരാമെന്ന്. അപ്പോൾ മോക്ക് വാശി. എന്നിട്ട് എന്തായി? ഇപ്പോ ഇങ്ങനെ ഇരിക്കേണ്ടി വരുമോ? ജീവേട്ട, ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഏട്ടന്റെ അമ്മയെ അറിയാലോ. എന്തിനാ വെറുതെ? എല്ലാം ഒന്ന് സെറ്റാകുന്നവരെ ഇങ്ങനെയൊക്കെ പോരെ? അവളുടെ വാക്കുകളിലെ വേദന അറിഞ്ഞത് ജീവൻ പെട്ടെന്ന് അയ്യേണ്ട, ഇങ്ങനെ പേടിച്ചിരിക്കുകയാണോ? എന്നെ നേടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് പറ്റി? എങ്ങനെയായാൽ എന്നെ കിട്ടുമോ? സത്യം പറ, എന്നെ ചതിക്കോ? കുറുമ്പോടെയുള്ള അവന്റെ വാക്കുകൾ കേട്ട് അറിയാതെ അവളുടെ ചുണ്ടുകളിൽ നിന്ന് പുഞ്ചിരി നിറഞ്ഞു. അയ്യടാ, ഓൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കണ്ട. ഞാനും ഇയാളെ കൊണ്ടേ പോകും. എന്താ, ചിക്കൻ പോയി ജോലി ചെയ്ത് ഒക്കെ. അത്രയും പറഞ്ഞ് അവൾ ഫോൺ വെക്കുമ്പോൾ അത്രയും നേരം തൻ്റെ ഉള്ളിൽ നിറഞ്ഞ ഭയത്തെ അവൻ തുടച്ചു നോക്കിയതോർക്കും
അവളുടെ ഹൃദയം അവനോടുള്ള പ്രണയത്തെ വല്ലാതെ മിതിച്ചു. അതേസമയം ജീവനും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. പക്ഷേ അവൻ ഒരിക്കലും കരുതി കാണില്ല. മനസ്സുകൊണ്ട് ഇത്രയും പ്രണയിക്കുന്നവർ, അവരുടെ സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കുന്നവർ, തങ്ങളുടെ ഇഷ്ടത്തെ ഇല്ലാതെയാക്കുവാൻ ഒരാൾ ഈ ഭൂമിയിൽ ജന്മം കൊണ്ടിട്ടുണ്ടെന്ന്. ജീവനെയും നിധിയെയും തമ്മിൽ പിരിക്കാൻ ആരായിരിക്കും അത്? വില്ലനാണോ അതോ നായകനാണോ?